ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബികളും ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു വീടിൻ്റെ മുന്നിൽ ഒരു വലിയ ഗേറ്റ് പണിതിട്ടുണ്ട്. റസൂൽ ചോദിച്ചു, എന്താണിത്, ഇത് ആരുടേതാണെന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, റസൂലെ ഒരു അൻസാരിയായ സ്വഹാബിയുടെ വീടാണ് എന്ന് പറഞ്ഞു, അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഗേറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ കാര്യം പറഞ്ഞു, കുല്ലു മാ കാന ഹകദാ ഫഹുവ ബബാലുൻ അലാ സാഹിബിഹി യൗമൽ ഖിയാമ. ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വെച്ചിട്ട് ഇതൊക്കെ ദോഷമായി തീരും കേട്ടോ എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞിട്ട് പോകും. ഈ അൻസാരിയായ സ്വഹാബി അതറിഞ്ഞു, റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഗേറ്റ് കണ്ടപ്പോൾ റസൂലിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം റസൂലിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. റസൂലിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് അദ്ദേഹം റസൂലിനോട് സലാം പറഞ്ഞു. റസൂൽ സലാം മടക്കിയില്ല. സലാം മടക്കിയില്ല എന്ന് മാത്രമല്ല, റസൂൽ തിരിഞ്ഞിരുന്നു, മുഖം തിരിച്ചിരുന്നു. അയാൾക്ക് കാര്യം മനസ്സിലായി. അയാൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി ആ ഗേറ്റ് പൊളിച്ചു കളഞ്ഞു. ഇതറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അമാ ഇന്ന കുല്ല ബിനാഇൻ വബാലുൻ അലാ സാഹിബിഹി ഇല്ലാ മാ ലാ ഇല്ലാ മാ ലാ. മിക്ക ആളുകൾക്കും അന്ത്യനാളിൽ അവരുണ്ടാക്കിയ വീടിൻ്റെ കാരണത്താൽ പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്ന്. ഈ പൊളിച്ചു കളഞ്ഞ ഗേറ്റ് പൊളിച്ചു കളഞ്ഞ അൻസാരിയെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹംഹുല്ലാ ഇർഹംഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തോട് കരുണ കാണിക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തിനോട് കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞു. ഒന്നാലോചിച്ച് നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് ഇതായിരുന്നു. എവിടെയും ദുർവ്യയങ്ങൾ വരരുത് എന്ന മുന്നറിയിപ്പ് മാത്രമാണിത്. ഒരാളും സ്വന്തം അയൽപ്പക്കത്ത് പണിത ഒരു വലിയ വീടിനെ കണ്ടിട്ട് ഒരാളുടെ മനസ്സിൽ ഒരു വിഷമം വരരുത്. സ്വന്തം വീടിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട്, സ്വന്തം പട്ടിണിയെക്കുറിച്ച് ആലോചിച്ച്, സ്വന്തം ദാരിദ്ര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഒരു മനുഷ്യനും വിഷമിക്കരുത്. സ്വന്തം വീടിനെ കുറിച്ച് ആലോചിച്ച് ഒരു മനുഷ്യനും അഹങ്കരിക്കുകയും ചെയ്യരുത്. അള്ളാഹുവിനോടുള്ള നല്ല ഭക്തി സൂക്ഷിക്കുന്ന ഒരാൾക്ക് സുഖലോലുപനാകാൻ കഴിയൂല. അതുകൊണ്ടാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായിട്ട് പറഞ്ഞയക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഗവർണറായിട്ട്, റസൂലിൻ്റെ പ്രതിനിധിയായിട്ട് ഒരാൾ ചെല്ലുമ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കും, അയാൾക്ക് വേണ്ടതൊക്കെ കൊടുക്കും, അയാൾക്ക് ഇഷ്ടമുള്ള അത്ര വാഹനങ്ങൾ കൊടുക്കും, ഇഷ്ടമുള്ള അത്ര നല്ല വലിയ വീട് കൊടുക്കും, എല്ലാ സൗകര്യങ്ങളും കൊടുക്കും. അപ്പോൾ അങ്ങനെ സൗകര്യങ്ങളിലേക്ക് പോകാനിരിക്കുന്ന മുആദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണെന്താ, യാ മുആദ് ഇയ്യാക വത്തനഉം, സുഖസൗകര്യങ്ങളെ സൂക്ഷിക്കണം കേട്ടോ മുആദേ, സുഖങ്ങൾ പെരുകുന്നത് സൂക്ഷിക്കണം, സുഖങ്ങൾ പെരുകുന്നത് സൂക്ഷിക്കണം. കാരണം ഫഇന്ന ഇബാദല്ലാഹി ലൈസൂ ബിൽ മുതനഇമീൻ, അല്ലാഹുവിൻ്റെ ശരിയായ ദാസന്മാർ സുഖലോലുപന്മാരല്ല, സുഖങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവരല്ല, അവനവൻ്റെ ആസ്വാദനങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നവരല്ല, അവനവൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നവരല്ല. അങ്ങനെ ആലോചിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഭക്തിയുള്ള ദാസന്മാരായി തീരാൻ കഴിയൂല മുആദേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ആ റസൂലിൻ്റെ സങ്കടങ്ങളുടെ പേരിൽ ഒരിക്കലും കരഞ്ഞിട്ടില്ല. റസൂലിൻ്റെ സങ്കടങ്ങൾ അനവധിയായിരുന്നു. റസൂലിൻ്റെ ജീവിതത്തിൽ വിഷമങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വാപ്പയും ഉമ്മയും അല്ലേ. ആ വാപ്പാനെയും ഉമ്മനെയും അള്ളാഹു റസൂലിന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. മറ്റൊരു വലിയ സന്തോഷം ഒരു ആങ്ങള, ഒരു പെങ്ങള്, ഒരു ഇക്കാക്ക, ഒരു ഇത്താത്ത, ഇത് അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്തിട്ടുണ്ടോ? റസൂലിന് കൊടുത്തിട്ടില്ല. ഒരു ആൺകുട്ടിയെ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ഒരു മനുഷ്യന് സങ്കടങ്ങൾ എന്തൊക്കെയുണ്ടോ ആ സങ്കടങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും വലിയ സന്തോഷവാൻ ആരായിരുന്നു? അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു. ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും വലിയ ദാരിദ്ര്യമുള്ള ആളുകളിൽ ഒരാളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. എന്നാൽ അതേ റസൂല് തന്നെ ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും വലിയ സന്തോഷവാനായ ഒരാളായിരുന്നു. കീറപ്പായയിലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ കിടന്നുറങ്ങിയത്. റസൂലിൻ്റെ തലയിണ റസൂലിൻ്റെ വലം കൈയായിരുന്നു. പക്ഷേ ആ കീറപ്പായയിൽ കിടന്നുറങ്ങിയ ആ മനുഷ്യൻ ഈ ലോകത്തേക്ക് അല്ലാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മഹാനായ സൃഷ്ടിയാണ്. അഷ്റഫുൽ ഖൽഖാണ്. ഏറ്റവും സന്തോഷവാനായ മനുഷ്യനാണ്.
ഒരു കീറപ്പായയിൽ ഒരു ചെറ്റക്കുടിലിൽ കിടന്നുറങ്ങിയത് അള്ളാഹുവിൻ്റെ തിരുദൂതരാണ്. അപ്പോൾ റസൂലുള്ളയുടെ സങ്കടങ്ങളുടെ പേരിൽ കരഞ്ഞിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, 20 ദിവസത്തോളം റസൂലിന്റെ വീട്ടിൽ വിളക്ക് കത്തിച്ചിരുന്നില്ല. അതിലൊന്ന് പാരാനുള്ള മണ്ണെണ്ണ ഇല്ലാത്തതുകൊണ്ട് അത്രയും ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം ശഅബ് അബീ താലിബിന്റെ കുന്നിൻ ചെരുവിൽ റസൂലും റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നവരും പച്ചയിലയും പച്ചവെള്ളവും മാത്രം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ പറയുകയാണ്, ഞങ്ങളുടെ വിസർജ്യങ്ങൾ പോലും ഒട്ടകത്തിന്റെയും ആടിന്റെയും വിസർജ്യങ്ങൾ പോലെ ആയിരുന്നു. വെറും പച്ചവെള്ളവും പച്ചയിലയും മാത്രം കഴിച്ച് ദിവസങ്ങളോളം കടിച്ചു കൂട്ടിയപ്പോഴും അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞിട്ടില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴാണ് കരഞ്ഞത്? അനാഥയായ ഒരു കുട്ടിയെ കണ്ടപ്പോൾ റസൂല് കരഞ്ഞുപോയി. ഒരു തള്ളപ്പക്ഷിയുടെ അടുത്ത് നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഒരു കൊച്ചു സ്വഹാബി ഒരു പക്ഷിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് അത് കണ്ടപ്പോൾ റസൂല് കരഞ്ഞുപോയി. കാടായ കാട് തോറും മരങ്ങളായ മരങ്ങൾ തോറും ഈ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ട് കരഞ്ഞ് പാറി നടക്കുന്ന ആ തള്ളപ്പക്ഷിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞെ നിന്റെ സമ്മാനം കണ്ട് നിന്റെ റസൂല് സന്തോഷിക്കുക എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞിട്ടുണ്ട്. മനുഷ്യനല്ലാത്ത ഒരു ജീവിയുടെ പേരിൽ പോലും റസൂല് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ റസൂലിന്റെ പേരിൽ കരഞ്ഞിട്ടില്ല. റസൂലിന്റെ സങ്കടങ്ങളുടെ പേരിൽ കരഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? റസൂലിന് മനസ്സിലായിരുന്നു ഈ ജീവിതമല്ല ജീവിതമെന്ന്. കീറപ്പായയിൽ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന റസൂലിന്റെ മുതുകിൽ ആ പായയുടെ അടയാളങ്ങൾ കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, റസൂലെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഞങ്ങൾ നല്ല ഒരു കിടക്ക ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ടടോ, വേണ്ട അലി, ഞാൻ ഈ ദുനിയാവിലൊരു യാത്രക്കാരനാണ്. കുറച്ചു കാലം ഈ യാത്ര തുടരും, കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കും, പിന്നെ ഈ ജീവിതം അവസാനിച്ചു പോകാനുള്ള ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഇതായിരുന്നു റസൂലിന്റെ സങ്കല്പങ്ങൾ. നമ്മൾ നമ്മുടെ സുഖങ്ങളെ കുറിച്ചേ ആലോചിക്കണുള്ളൂ. മറ്റുള്ളവൻ്റെ സുഖങ്ങളെ കുറിച്ചോ അവൻ്റെ വിഷമങ്ങളെ കുറിച്ചോ നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മുടെ അപ്പുറത്തുള്ള വീട്ടിലെ സങ്കടങ്ങൾ കേൾക്കാതിരിക്കാനാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റും നമ്മൾ ആകാവുന്നത്ര വലിയൊരു മതിൽ പണിതത്. അതെന്തിനാ? അവൻ്റെ സങ്കടങ്ങൾ കേട്ട് വരരുത്, അവൻ്റെ ദുഃഖങ്ങൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അവൻ്റെ ദുഃഖങ്ങളൊക്കെ അവൻ്റെ ദുഃഖങ്ങളാണ്, നമ്മൾക്കത് കേട്ടൊരു ബന്ധമില്ല എന്ന് വിചാരിക്കേണ്ടവനല്ല വിശ്വാസി. നമ്മൾക്കറിയേണ്ടത് മറ്റുള്ളവരുടെ സങ്കടങ്ങളുടെ പേരിലാണ്. കാറ് വാങ്ങിയിട്ട് ആ കാറിനൊരു ഫാൻസി നമ്പർ കിട്ടാൻ വേണ്ടി ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവാക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമില്ലേ? വീട് നിർമ്മിക്കാൻ വേണ്ടി ലക്ഷോപലക്ഷം ചെലവഴിക്കുന്ന ആളുകളില്ലേ? 10-20 കൊല്ലമൊക്കെ ഗൾഫിൽ ജോലി ചെയ്ത ഒരാൾ എന്താണ് നിങ്ങൾക്ക് സമ്പാദ്യം എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ വീടിൻ്റെ നേരെ ചൂണ്ടും, പിന്നെ അയാളുടെ കെട്ടിച്ചയച്ച പെൺകുട്ടിയുടെ നേരെ ചൂണ്ടും. കഴിഞ്ഞു, സമ്പാദ്യങ്ങളൊക്കെ അയാളുടെ തീർന്നു. ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത്. പുളിക്കലിനടുത്തൊരു പ്രദേശത്ത് ഒരു വീട് നിർമ്മിക്കുന്നുണ്ട് മുസ്ലിമായ ഒരാൾ. ആ വീടിന് ചെലവഴിക്കുന്നത് 2.5 കോടി രൂപയാണ്. കൊട്ടക്കലേക്ക് പോകുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടൊരു വീട്. ആ വീട് നിർമ്മിക്കാൻ അയാൾ ചെലവഴിക്കുന്നത് 3 കോടി രൂപയാണ്. ആ 3 കോടി ഉണ്ടായിരുന്നെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യർ എവിടെ എത്തുമായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെയൊക്കെ വീടുകളിൽ ചത്ത് മലർന്ന് കിടക്കുന്ന സ്വർണങ്ങൾ ഈ സമുദായത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ സമുദായം ഇങ്ങനെയാകുമായിരുന്നില്ല. ഈ സമുദായത്തിൽ ഒരാളും കണ്ണീര് കുടിക്കുമായിരുന്നില്ല. ഈ സമുദായത്തിൽ ഒരു പെൺകുട്ടിയും കല്യാണം കഴിക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമായിരുന്നില്ല. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും അതിൻ്റെ പേരിൽ സങ്കടപ്പെടുമായിരുന്നില്ല. നമ്മൾ ആലോചിക്കുന്നത് നമ്മളെക്കുറിച്ച് മാത്രമാണ്. അള്ളാഹു പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാനാണ്. മുന്നിൽ കാണുന്ന മനുഷ്യന്മാരെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മുന്നിൽ കാണാത്ത അള്ളാഹിനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരികൾ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നല്ല കാര്യങ്ങൾക്ക് പണമില്ലാതെ ആവുകയും നല്ലതല്ലാത്ത കാര്യങ്ങൾക്ക് ധാരാളം പണം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം. ഒരാളുടെ ഒരു നല്ല കാര്യത്തിന് നമ്മൾ പണം ചോദിക്കുകയാണെങ്കിൽ അയാൾ പൂർത്തിയാകാത്ത അയാളുടെ വീടിൻ്റെ നേരെ ചൂണ്ടും, അയാളുടെ കച്ചവടത്തിൻ്റെ നേരെ ചൂണ്ടും, അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങളുടെ നേരെ ചൂണ്ടിയിട്ട് പറയും ഇതിനെന്നെ പണമില്ല എന്ന് പറയും. ഇതെല്ലാം അയാളെ ഇട്ടെറിഞ്ഞു പോകുന്നൊരു ദിവസമുണ്ട്. അയാൾ ഇട്ടെറിഞ്ഞു പോകാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പണം ചോദിക്കുന്നത്. പക്ഷെ അയാളുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെടാതെ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടി പണം ചോദിക്കുമ്പോൾ അയാളുടെ അടുത്ത് പണം ഉണ്ടാവില്ല. അയാളുടെ അടുത്ത് നിന്ന് ഇട്ടെറിഞ്ഞു പോകുന്ന, അയാൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ഉപേക്ഷിച്ചു പോകുന്ന ഈ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി
അയാൾ ആനന്ദിക്കുകയാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ രേഖകളും ബാങ്കുകാരന് കൊണ്ടു കൊടുത്തിട്ടാണ് നമ്മൾ വായ്പ വാങ്ങുന്നത്. നമ്മൾ ഇന്നോ നാളെയോ മരിച്ചു പോകും. പിന്നെ വിധവയായ നമ്മുടെ ഭാര്യയെയും അനാഥകളായ നമ്മുടെ കുട്ടികളെയും ബാങ്കുകാരൻ വന്ന് റോട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ വിധവയായ ഭാര്യയും ആ അനാഥകളായ മക്കളും ഈ വാപ്പയെ ശപിക്കുന്ന ഒരു സന്ദർഭത്തിന് വേണ്ടിയല്ലേ നമ്മൾ വായ്പ വാങ്ങിയത്? നമ്മളെ അവർ ശപിക്കും. ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ ഈ ഗതിയിലാക്കിയല്ലോ എന്ന് അവര് നമ്മളെക്കുറിച്ച് പറയും. അതിനുവേണ്ടിയല്ലേ നമ്മൾ വായ്പ വാങ്ങിയത്? അപ്പൊ സുഖങ്ങൾക്ക് വേണ്ടിയാണ്, ആസ്വാദനങ്ങൾക്ക് വേണ്ടിയാണ്, തീരാത്ത ആനന്ദങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ പാച്ചില്. അവിടെയാണ് അള്ളാഹു പറയുന്നത്, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു ദിവസത്തെക്കുറിച്ച് നീ ആലോചിക്കുക. ഇതെല്ലാം നിന്റെ അടുത്ത് നിന്ന് നീ അഴിച്ചു കളയുന്ന, ഇതെല്ലാം നിന്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഉണർത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ അബ്ബാസ് ബിനു അബ്ദുൽ മുത്തലിബ് ഒരു വലിയ കൊട്ടാരം പണിതു. റസൂല് പറഞ്ഞു, അഹദിംഹ, അത് പൊളിച്ചു കളയണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പൊളിച്ചു കളയണോ റസൂലെ? ഞാനത് വിറ്റിട്ട് ആ പണം പാവപ്പെട്ടവർക്ക് കൊടുത്താൽ പോരെ എന്ന് വെച്ചു. റസൂല് പറഞ്ഞു, വേണ്ട, വെഹദിംഹ, അത് പൊളിച്ചു കളയും. നീ അത് വിറ്റ് കഴിഞ്ഞാൽ ഒരാളെടുത്തെത്തും, അയാൾ പിന്നെ അതിൻ്റെ പേരിൽ അഹങ്കരിക്കും, പാവപ്പെട്ട മനുഷ്യർ അതിൻ്റെ പേരിൽ വിഷമിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കണ്ട, വെഹദിംഹ, അത് പൊളിച്ചു കളയെന്ന് പറഞ്ഞു. അദ്ദേഹം അത് പൊളിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മൾ പൊളിച്ചു കളയേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കൊട്ടാരങ്ങളാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പെരുകിയിരിക്കുന്ന മോഹങ്ങളുടെ കൊട്ടാരങ്ങളാണ്, മണിമാളികകളാണ് നമ്മൾ പൊളിച്ചു കളയേണ്ടത്. എന്നിട്ട് ആ പരലോകം എന്ന വിചാരത്തിലേക്ക് നമ്മൾ ചുരുങ്ങുക, നമ്മൾ ചെറുതാകുക. അപ്പോൾ ഈ ദുനിയാവിൻ്റെ നിസ്സാരത നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഈ പൊളപ്പും ഈ തിളച്ചുമറിയലുമൊക്കെ കുറച്ച് കാലത്തിനേ ഉള്ളൂ എന്ന് നമുക്ക് വിചാരങ്ങളുണ്ടാവും. അപ്പോൾ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങൾ വരുമ്പോഴും നമ്മൾക്ക് താങ്ങാൻ കഴിയും. അത് താങ്ങാൻ കഴിയാത്തവരാരാ? ജീവിതത്തിലെ വിഷമങ്ങൾ താങ്ങാൻ കഴിയാത്തത് ആർക്കാ? ഈ ജീവിതം വലുതായി തോന്നുന്നവർക്കാണ്. ഈ ജീവിതമല്ല, വരാനിരിക്കുന്ന മറ്റൊരു ജീവിതമാണ് വലുത് എന്ന് തോന്നുന്നവർക്ക് ഈ ജീവിതത്തിലെ വിഷമങ്ങളൊന്നും വിഷമങ്ങളല്ല എന്ന് അനുഭവപ്പെടും. അതൊരു വിശ്വാസമാണ്, അതൊരു കരുത്താണ്. ആ കരുത്ത് അനുഭവിക്കുവാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കരുണാവാരിധിയായ രക്ഷിതാവേ, നീ ഞങ്ങളെ കരകയറ്റണമേ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ സുരക്ഷിതത്വം പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് വിഷമങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, മക്കളില്ലാത്തത് കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർ, കടം കൊണ്ട് പെരുകിയവർ, സങ്കടങ്ങൾ പേറുന്നവർ, മറ്റ് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, അവർക്കെല്ലാവർക്കും നീ അനുഗ്രഹങ്ങൾ ചൊരിയണമേ തമ്പുരാനെ. നിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റി പിശാചിൻ്റെ വഴിയിലേക്ക് മാറിപ്പോയ ഞങ്ങളുടെ മനസ്സുകളെ, പലപ്പോഴും നിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഞങ്ങളുടെ മനസ്സിനെ നിന്റെ വഴിയിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ കരുണാവാരിധിയായ രക്ഷിതാവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين هم لأماناتهم وعهدهم راعون. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ശരിയായ വിധത്തിൽ സൂക്ഷിക്കുകയും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന് തുടക്കത്തിലെ ഉണർത്തുകയാണ്. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിലുള്ള വിശ്വാസം അഥവാ അള്ളാഹുവിനോടുള്ള ബന്ധം, ഇതിന് ഖുർആൻ നൽകിയിട്ടുള്ള പദം ഈമാൻ എന്നാണ്. ഈമാൻ എന്ന് അത്ര പ്രധാനമായ ഒരു ബന്ധത്തിന് അള്ളാഹു പേര് കൊടുക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ വിശാലമായ അർത്ഥം അതിലുൾപ്പെടുന്നുണ്ട്. ഈമാൻ എന്നത് പല നിലക്കും ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് സാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു പദമാണ്. എന്ന് പറഞ്ഞാൽ ഒരേ സമയം അത് വിശ്വാസത്തെ സൂചിപ്പിക്കുന്നുണ്ട്, അതേസമയം ആ വിശ്വാസത്തിന് അനുസരിച്ചുള്ള ജീവിതത്തെയും ആ പദം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരേ സമയം വിശ്വാസത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട്, അതേസമയം ആ വിശ്വാസം കൊണ്ടുണ്ടാകേണ്ട ജീവിതത്തെയും ഈ പദം സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം ഈമാൻ എന്നത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതേസമയം ആ വിശ്വാസം കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകേണ്ട സ്വസ്ഥതയെയും സമാധാനത്തെയും ആ പദം സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ആ വ്യക്തിയിൽ ഉണ്ടായിത്തീരേണ്ട ഗുണഗണങ്ങളെയും ഈ പദം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഈമാൻ എന്നത് ഒരേ സമയം നമ്മുടെ ഉള്ളിൽ സമാധാനം തരുന്നുണ്ട്, അതുപോരാ, പിന്നെയോ നമ്മൾ കാരണം മറ്റുള്ളവർക്കും സമാധാനം ലഭിക്കണം, അതുകൂടിയാണ് ഈമാൻ. നമ്മുടെ ഉള്ളിൽ നമുക്ക് സമാധാനം കിട്ടുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരും സമാധാനം അനുഭവിക്കണം. നമ്മളുണ്ട് എന്നതുകൊണ്ട് ഒരാളും സമാധാനമില്ലാതെ ജീവിക്കരുത്. നമ്മൾ ഉണ്ടായിക്കൊണ്ട് ഒരാൾക്ക് സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യരുത്. അപ്പം സമാധാനം വിതരണം ചെയ്യുക എന്ന ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾക്കുണ്ട്. ഒരേ സമയം സമാധാനം അനുഭവിക്കുന്നു, അതേസമയം സമാധാനം മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈമാൻ എന്നതിന് വിശാലമായ അർത്ഥമുണ്ട്. ആ അർത്ഥങ്ങളെയെല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് ഒരാളുടെ ഈമാൻ പൂർത്തിയാകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അമാനത്ത് ആണ്. എന്താണ് അമാനത്ത്? അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു തന്നിട്ടുള്ളത്? റസൂൽ അമാനത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല, പക്ഷേ അമാനത്ത് കൂടുതൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ, ആ ജീവിത സന്ദർഭങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അമാനത്ത് എന്തായിരുന്നു എന്ന് വാക്കുകൾ കൊണ്ട് പറയാതെ പ്രവൃത്തികൾ കൊണ്ട് പ്രകടിപ്പിക്കുകയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ.
ഇപ്പൊ ഏതൊരു പ്രവാചകന്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും ആ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ അവരുടെ ശത്രുക്കൾ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു പ്രവാചകനെ കുറിച്ച് അയാളുടെ അമാനത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു വാക്ക് ഒരാളും പറഞ്ഞിട്ടില്ല. ഒരു പ്രവാചകൻ എന്ന നിലക്കല്ല, ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവരുടെ ഇടയിൽ ജീവിച്ച ആളാണ് പ്രവാചകർ. ഓരോ പ്രവാചകനും അവരുടെ ഇടയിൽ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി ജനിച്ച് അവരുടെ ഇടയിൽ വളർന്ന് അവരുടെ കൂടെ ജീവിച്ചു വളർന്ന ആളാണ് മിക്ക പ്രവാചകന്മാരും. ഈസാ നബി അലൈഹിസ്സലാം മാത്രമാണ് ജന്മത്തിൽ ആശ്ചര്യജനകമായ ഒന്നുള്ളത്. മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ഓരോ സാധാ മനുഷ്യരുടെ പോലെ തന്നെയാണ്, ആദം നബി ഒഴിച്ച്. അപ്പോൾ ഓരോ മനുഷ്യന്റെയും ഇടയിലൂടെ ജീവിച്ചു വന്ന് അവരുടെ ഇടയിലൂടെ ഇത്രയും കാലം വളർന്നിട്ടും അവരുടെ അമാനത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ശത്രുക്കൾക്ക് പറയാനില്ലായിരുന്നു എന്നർത്ഥം. അപ്പൊ അമാനത്ത് എന്നത് പ്രവാചകത്വത്തിന്റെ കൂടി ഒരു ഗുണമാണ്. ഒരാളെ പ്രവാചകനാക്കുന്നതിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നിബന്ധനയാണ് അയാളുടെ ജീവിതത്തിൽ അമാനത്തിന് വിരുദ്ധമായ ഒന്നും ഉണ്ടാകരുത് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു ഗുണമാണത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ നിശ്ചയമായും ഉണ്ടായിരിക്കേണ്ട ഒരു സൽഗുണമാണ് അമാനത്ത്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു എന്നുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അമാനത്ത് ഇല്ലാത്തവന് ഈമാൻ ഇല്ല, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ മുഅ്മിൻ അല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്താണ് ഈ വിശ്വസിക്കാൻ കൊള്ളുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ? ഒരേ സമയം നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളെ മറ്റുള്ളവർക്കും വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളത്. നമ്മളെ മറ്റുള്ളവർ മാത്രം വിശ്വസിച്ചാൽ മതിയോ? അല്ല, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന പലതും നമ്മൾക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് നമ്മളെ വിശ്വാസം വരണമെങ്കിൽ അത്യാത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ടേ പറ്റുള്ളൂ. അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് ഇന്നെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കള്ളത്തരത്തിലൂടെ എനിക്ക് എന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂല, വേറൊരാളെ കഴിയും. നിങ്ങളിൽ ഒരാളെ എന്നെ വിശ്വസിക്കുന്ന ഒരാളാക്കി മാറ്റാൻ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കാം. പക്ഷെ അങ്ങനെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് എനിക്ക് എന്നെ വിശ്വസിപ്പിക്കാൻ കഴിയൂല. അതിന് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ തന്നെ വേണം. അപ്പോൾ ഒരേ സമയം എനിക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയലും അതേസമയം നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയലുമാണ് അമാനത്ത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നട്ടെല്ലിന് ക്ഷതം ബാധിച്ച് കിടക്കുന്ന ചില രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പൊ അവർക്ക് ഒരു മരുന്ന് എത്തിച്ചു കൊടുക്കാനാണ്. പ്രത്യേകം ഒരു മരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട് ഒരാള്. ആ മരുന്ന് പ്രയോഗിക്കുന്നതിലൂടെ ചെറിയ നിലക്കൊക്കെ ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒരാൾ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവർക്കിത് സൗജന്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ ഇങ്ങനെ കിടക്കുകയാണ് അവർ, വർഷങ്ങളായിട്ട് കിടക്കുന്ന ആളുകളാണ്. 14 വർഷമായി ഒരേ കിടപ്പിൽ കിടക്കുന്ന 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഈ നാടിന് തൊട്ടടുത്തുണ്ട്. ഒരു കടലോര പ്രദേശമായ ചക്കുംകടവിനടുത്ത് കിടക്കുന്നുണ്ട് യൗവനത്തിന്റെ തിളപ്പോട് കൂടിയുള്ള ഒരാള്. 14 വർഷമായിട്ട് കിടപ്പാണ്. അയാൾ അറിയാതെ അയാളെ കാലൊക്കെ അടിച്ചു പോകും. അതുകൊണ്ട് കാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഒരേ കാഴ്ച കണ്ട് ഒരേ കിടപ്പിൽ ഒരേ അവസ്ഥയിലാണ് 14 വർഷമായിട്ട് കിടക്കുന്നത്. അപ്പൊ അയാളോട് ഈ മരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോ അയാളുടെ പ്രതികരണം ഇതായിരുന്നു: എന്ത്, എനിക്കൊരാഗ്രഹമുണ്ട്, ഇനി കുറച്ചെങ്കിലും ഒന്ന് നടക്കാൻ കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ചധികം സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഇങ്ങനെ കിടക്കുന്ന കുറെ ആളുകളുണ്ട്, അവർക്കൊക്കെ വല്ല സഹായവും എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ഒന്ന് ആലോചിക്കണം. അതിനുവേണ്ടി കുറച്ചെങ്കിലും പ്രവർത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതിനു വേണ്ടിയാണ്, അല്ലാതെ എൻ്റെ ജീവിതം കുറെ ആനന്ദകരമാക്കി മാറ്റണം എന്ന ഒരാഗ്രഹം കൊണ്ടല്ല. എനിക്കൊന്ന് നടക്കാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനാണ്. എന്നാൽ വേറൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് 22 വയസ്സ് പ്രായമുള്ളൂ. 7 വർഷമായിട്ട് ഈ കിടപ്പാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് വെന്നിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, വെളിമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ കുട്ടി കിടക്കുന്നത്.
7 വർഷമായിട്ട് ഒരേ കിടപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതം തളച്ചുമറിയേണ്ട സമയമാണ്. ആ സമയത്താണ് ഈ കുട്ടി കിടക്കുന്നത്. ആ കുട്ടിയുടെ അടുത്തൊരു കുറച്ചു നേരം പോയി ഇരുന്നാൽ നമ്മളൊരു വലിയ പ്രഭാഷണം കേട്ടതിനേക്കാളും വലിയ മനസ്സംതൃപ്തിയും ഈമാനും നമ്മൾക്ക് കൈവരും. അധിക ദൂരം സഞ്ചരിക്കേണ്ടതില്ല. നമ്മുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ജീവിക്കുന്ന, നരകിച്ച് കഴിയുന്ന കുറെ മനുഷ്യരുണ്ട്. രോഗം കൊണ്ട് വലയുന്ന ആളുകളുണ്ട്. നമ്മളവരെ സഹായിക്കൊന്നും വേണ്ട, എപ്പോഴെങ്കിലും അവരുടെ അടുത്തൊന്ന് ചെന്നാൽ മതി. അത് തന്നെ അവരുടെ മനസ്സിന് വലിയ ആനന്ദമാണ്. ഇന്നോ നാളെയോ അങ്ങനെ കിടക്കേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരേ കട്ടിലിൽ കുറച്ച് മരുന്നുമായിട്ട് കിടക്കേണ്ട ആളുകൾ തന്നെയാണ്. അത് ഇന്നോ നാളെയോ വരാനിരിക്കുകയുമാണ്. അള്ളാഹു വലിയ വിപത്തുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്നാൽ അങ്ങനെ വല്ലതും വന്നാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? അത് വളരെ പ്രധാനമാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ സമീപനം എന്തായിരിക്കണം? അത് ആ കുട്ടിയുടെ വാക്കിലുണ്ട്. അവനോട് ഈ മരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, വേണ്ട, എനിക്ക് പഴയതുപോലെ നടക്കാൻ കഴിയണം, ഒറ്റയ്ക്ക് വന്ന് സഞ്ചരിക്കാൻ കഴിയണം എന്നൊന്നും എനിക്കൊരാഗ്രഹമില്ല. എന്നാൽ എൻ്റെ ഉമ്മാനെ കഷ്ടപ്പെടുത്താതെ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ മതി. കാരണം ഞാൻ പഴയതുപോലെ നടക്കാൻ തുടങ്ങുകയും കൂടുതൽ സജീവമാവുകയും ചെയ്താൽ എനിക്ക് വിശ്വാസമില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനിയൊക്കെ മോശമായിരുന്നു. അള്ളാഹുവിൽ നിന്ന് ഒരുപാട് അകന്നുപോയി ജീവിച്ച ആളായിരുന്നു ഞാൻ. അള്ളാഹുവിൽ നിന്ന് അകന്നുപോയ എന്നെ ആ അള്ളാഹുവിലേക്ക് തന്നെ അള്ളാഹു തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ ആയിപ്പോയി എന്നുള്ളതിൽ എനിക്കൊരു സങ്കടമില്ല എന്നാ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവൻ പറയണത് അവന് വിശ്വാസമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ വിശ്വാസമില്ല. ഇത് അമാനത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. സാഹചര്യങ്ങൾക്ക് എന്നെ മാറ്റാൻ കഴിയും എന്ന് എനിക്ക് എന്നെ കുറിച്ചൊരു പേടി. അതാണ് ഈ പറഞ്ഞത്. വേണ്ടാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയാൽ ഞാൻ എന്താകുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകുകയും മറന്നതുപോലെ അഭിനയിക്കുവാൻ വളരെയധികം സാഹചര്യവും സാധ്യതയും എനിക്കുണ്ട് എന്ന് എന്നെ കുറിച്ച് എനിക്കൊരു തോന്നൽ. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അങ്ങനെ സ്വന്തത്തെ കുറിച്ചൊരു വിശ്വാസം ഇല്ലാത്തവന് ഈമാൻ ഇല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടി അത് പറയുന്നത് ആത്മാർത്ഥത കൊണ്ടാണ്. ആ കുട്ടിയുടെ മനസ്സിന്റെ നിഷ്കളങ്കത കൊണ്ടാണ് അവൻ പറയണത് എനിക്ക് എന്നെ വിശ്വാസം ഇല്ല. എൻ്റെ കൂട്ടുകെട്ടും എൻ്റെ ചങ്ങാതിമാരും വലിക്കുന്നിടത്തേക്ക് നീങ്ങിപ്പോകുന്ന മനസ്സാണ് പലപ്പോഴും എൻ്റേത്. അവര് എനിക്ക് രസമുള്ളതാക്കി കാണിച്ചു തന്നാൽ പലതും ഞാൻ ചെയ്തേക്കാം. രസമുണ്ട് എന്നത് എനിക്ക് തോന്നിയാൽ പലതിലും ഞാൻ പെട്ടുപോയേക്കാം എന്ന് ആത്മാർത്ഥമായി ആ കുട്ടി മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്. അപ്പൊ ഈമാൻ എന്നത് അല്ലെങ്കിൽ അമാനത്ത് എന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിക്കാവുന്നത് എന്താണ്? അവനവനെ കുറിച്ചുള്ള അമാനത്ത്. എനിക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന സൂറത്ത് ശുഅറായിലുണ്ട്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, നാളെ വരാനിരിക്കുന്ന ഒരു ലോകത്ത്, ആ പുനർജീവിതത്തിൽ എന്നെ നീ അപമാനിക്കരുതേ എന്നാണ്. എന്നെ നീ അപമാനിക്കരുതേ എന്നൊരു പ്രവാചകനാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. പലരും കാണാതെ പലതും ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ. ഒരിക്കലും അത് കാണാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത കുറെ ആളുകളുണ്ട്. അവർ കാണരുത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നും അവരത് അറിയരുത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വാക്ക്. എന്നാൽ നാളെ വരാനിരിക്കുന്ന ഒരു ദിവസമുണ്ട്. യൗമ തുബ്ലസ് സറായിർ. എല്ലാ രഹസ്യങ്ങളും പുറത്തേക്ക് വരുന്നൊരു ദിവസമുണ്ട്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പലതും അള്ളാഹു പുറത്തേക്ക് എടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആരും അറിയരുതേ എന്നാഗ്രഹിച്ച് നമ്മൾ ചെയ്തു കൂട്ടിയ പലതും എല്ലാവരും അറിയുന്ന ഒരു ദിവസം വരാനുണ്ട്. രഹസ്യങ്ങളില്ലാത്ത ഒരു ദിനം വരാനുണ്ട്. പരസ്യങ്ങൾ മാത്രം വരാനിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അവിടെ നമ്മൾ അപമാനിക്കപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. അങ്ങനെ എൻ്റെ രഹസ്യങ്ങളെല്ലാം പുറത്തേക്ക് വന്ന് അത് കാണരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ ആ രഹസ്യങ്ങൾ വെളിവാക്കപ്പെട്ട്
ഞാൻ അപമാനിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ നാഥ, അങ്ങനെയുള്ള ഒരു അപമാനത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് മഹാനായ ഒരു പ്രവാചകനാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളെ കൊണ്ടോ സമ്പത്തിനെ കൊണ്ടോ എനിക്ക് ഉപകാരങ്ങളില്ലാത്തൊരു ദിവസം. ഞാൻ എന്റേത് എന്ന് വിചാരിച്ച് വലുതായി കണ്ടിരുന്ന പലതും ചെറുതായി പോകുന്നൊരു ദിവസമുണ്ട്. എന്റേത് എന്ന് ഞാൻ വിചാരിച്ച് എന്റെ അഭിമാനമായി, എന്റെ കോട്ടയായി ഞാൻ കരുതിയിരുന്ന, എന്റെ പരിരക്ഷയായി ഞാൻ സംരക്ഷിച്ചു പോന്നിരുന്ന, എന്റേതായിരുന്നു എന്റെ മക്കളും എന്റെ കുടുംബമൊക്കെ. എന്റെ സമ്പത്ത് അതിലേറെ വലിയ എന്റെ രക്ഷാകവചമായിരുന്നു. പക്ഷെ ഒരു രക്ഷാകവചവും അവിടെ ഇല്ല. ആരും നമ്മളെ സഹായിക്കുവാൻ അവിടെ വരൂല. അങ്ങനെയുള്ളൊരു ദിവസം നാഥ, എന്റെ രഹസ്യങ്ങളെല്ലാം പുറത്തേക്ക് വന്ന് എന്നെ നീ അപമാനിക്കരുതേ. പിന്നെന്താ പറയണത്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അല്ലാഹുവേ നിന്റെ അടുത്തേക്ക് ഖൽബുൻ സലീമുമായി, നിഷ്കളങ്കമായ മനസ്സുമായി, പാപങ്ങൾ കൊണ്ട് കറുത്തു പോകാത്ത മനസ്സ്, തൗബയുടെ കണ്ണീര് കൊണ്ട് വിശുദ്ധമായ മനസ്സ്, അങ്ങനെയുള്ളൊരു മനസ്സുമായി നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ആളുകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ എന്നാണ് മഹാനായ പ്രവാചകന്റെ പ്രാർത്ഥന. അങ്ങനെ വരുന്നവർക്ക് അവിടെ രക്ഷയുള്ളൂ. എന്താണ് ഖൽബുൻ സലീം? ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ പാപങ്ങളില്ലാത്ത മനസ്സാണ്, അഥവാ പാപങ്ങൾ ചെയ്യാത്ത മനുഷ്യന്റെ മനസ്സ്. പാപങ്ങൾ ചെയ്യാത്ത എന്ന് പറഞ്ഞാൽ പാപങ്ങൾ വന്നു പോകാത്ത എന്നല്ല, മറിച്ച് ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ പടച്ചവനോട് മനംനൊന്ത് പ്രാർത്ഥിച്ച് ആ പാപത്തെ പരിഹരിച്ച ആളുകൾ. പാപം ചെയ്യാത്ത ആളുകളല്ല അവര്. സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു പറയുന്നുണ്ട്, സ്വർഗം ആർക്കാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് വലം യസിറു അലാ മാ ഫഅലു, അവര് പാപം ചെയ്യാത്തവരാണ് എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെന്താണ്? പാപങ്ങൾ ആവർത്തിക്കാത്തവരാണ് എന്നാണ്. ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ തിന്മയാണ് എന്ന് അറിഞ്ഞാൽ പിന്നെ അത് ചെയ്യൂല, പിന്നെ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഗുണമായി പറയുന്നത്. അപ്പൊ അതാണല്ലോ സ്വർഗത്തിൽ പോകുന്നവരുടെ ലക്ഷണമായി, ഗുണമായി അത് പറയുന്നുണ്ടെങ്കിൽ ഖൽബുൻ സലീമിന്റെ വിശദീകരണം അതാണ്. പാപങ്ങൾ ചെയ്യാത്തവരാണ് എന്നല്ല, മറിച്ച് ആ പാപങ്ങളെ കഴുകി കളയുന്നവരാണ്. തൗബയുടെ കണ്ണീര് കൊണ്ട് ആ പാപങ്ങളെ വൃത്തിയാക്കുന്നവരാണ്. ശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് എത്തുന്നവരാണ്. അപ്പം നല്ല മനസ്സ് എന്ന് പറഞ്ഞാൽ നല്ല ജീവിതമാണ്. ആ നല്ല ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അമാനത്ത് ഉള്ള ഒരു ജീവിതം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം സാമ്പത്തിക വിഷയമാണ്. നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൂടെ നമ്മൾ അതാണ് വിശദീകരിച്ചത്. അപ്പൊ സാമ്പത്തിക വിഷയത്തിൽ ഒരാൾക്ക് അമാനത്തുണ്ടാവുക എന്നുള്ളത് ഒരാളുടെ ഈമാനിന്റെ നല്ല ലക്ഷണമാണ്. ഹറാമായതൊന്നും എൻ്റെ അക്കൗണ്ടിലേക്ക് വരാതിരിക്കുക എന്നാണ്. എൻ്റെ വരുമാനത്തിലോ എൻ്റെ സമ്പത്തിലോ ഹറാമായതൊന്നും കടന്നു വരാതിരിക്കുക, അത്രയുമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു അനുഭവം പറയാം. നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ അനുജന്റെ വിവാഹത്തിന് വർഷങ്ങൾക്ക് മുമ്പാണ്, 15 വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു കോഴിപ്പീടികയിൽ നിന്ന് കിലോ കണക്കിന് കല്യാണത്തിന് കോഴി വാങ്ങിയിരുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ്. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് വന്നിട്ട് ഇയാൾ പറയണത് എന്താണെന്നറിയാം? അന്ന് നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ കോഴി വാങ്ങിയിരുന്നില്ലേ, ആ പീടികയുടെ മുതലാളിയാണ് ഞാൻ. ഇപ്പോ അന്ന് അത് എൻ്റെതായിരുന്നില്ല, വേറൊരാളുടേതായിരുന്നു. അയാളുടെ അടുത്തുനിന്ന് പിന്നെ ഞാൻ വാങ്ങിയതാ. ഈ അടുത്താണ് ഞങ്ങളുടെ ത്രാസ് ഞങ്ങൾ ഒഴിവാക്കുന്ന സമയത്ത്, ഉപേക്ഷിക്കുന്ന സമയത്ത് അതിന്റെ കേടൊന്ന് പരിശോധിച്ചു. അപ്പോഴാണ് അറിയുന്നത് 100 ഗ്രാം കുറവാണ് കാണിക്കുന്നത്. 100 ഗ്രാം കുറവാക്കിയിട്ടാണ് അന്നോളമുള്ള എല്ലാ കച്ചവടവും നടത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് തൂക്കി കൊടുത്തിട്ടുള്ളത് 100 ഗ്രാം കുറവാണ്. അപ്പൊ കിലോ കണക്കിന് വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് വലിയ നഷ്ടം വന്നിട്ടുണ്ടാവും. ഇയാൾ ആ പൈസ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദുനിയാവിൽ ഒരാളും അയാളെ ചോദ്യം ചെയ്യൂല എന്നുള്ളത് ഉറപ്പാണ്. ഒരാളും അതിന്റെ പേരിൽ അയാളെ പിന്നെ കുറ്റക്കാരനാക്കുകയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അയാൾ പറഞ്ഞു, അതിന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ എന്ന പേടികൊണ്ടാണ് ഞാൻ വന്നത്. ഇവർ കൊടുത്തൊരു ചായ പോലും കുടിക്കാൻ നിൽക്കാതെ അയാൾ തിരിച്ചുപോയി എന്നാണ്. പിന്നെയാണ് അറിയണത് അയാള് അന്നോളം കച്ചവടം നടത്തിയിട്ടുള്ള എല്ലാ വീടുകളിലേക്കും ഈ പണം കൊടുത്തയച്ചിട്ടുണ്ട്.
കൊടുത്തയക്കുകയല്ല, നേരിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇയാൾ മരണപ്പെടുകയും ചെയ്തു. അള്ളാഹു അയാൾക്ക് റഹ്മത്ത് കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വിശുദ്ധമാണ് ആ മരണം. അപ്പൊ സാമ്പത്തിക വിഷയത്തിലുള്ള ആ നിശ്ചയദാർഢ്യമാണ്, അമാനത്താണ്. എന്റെ സമ്പത്തിൽ ഹറാമിന്റെ ഒരു തുണ്ട് പോലും കടന്നു വരരുത് എന്ന ഈമാനിന്റെ ഉറപ്പാണത്. ആ ഉറപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര നമുക്ക് പാലിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് ആലോചിച്ച് നോക്കുക. കുറച്ചു മുമ്പാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ വളരെ അടുത്തൊരു കുടുംബത്തിൽപ്പെട്ട ആള്, അമ്മാവനോ അല്ലെങ്കിൽ വാപ്പയുടെ അനുജനോ ഒക്കെ ആയിട്ട് വളരെ കുടുംബത്തിൽ വളരെ അടുത്ത കുടുംബം. അങ്ങനെ അമ്മാവനോ എളാപ്പയോ ആയിട്ടുള്ള അയാൾ ഒരു ദിവസം വരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അയാൾ എന്താ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അറിയോ? 5 പവന്റെ ഒരു മാലയാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. പിന്നെയാണ് ഈ സ്ത്രീയോട് അവർ പറയണത്, എത്ര വർഷങ്ങൾക്ക് മുമ്പാ? 40ഓളം വർഷങ്ങൾക്ക് മുമ്പാണ്. വലിയ പണക്കാരാണ് അവർ, തലശ്ശേരിക്ക് അടുത്തൊരു പ്രദേശമാണ്. അന്ന് ഈ പെൺകുട്ടിയുടെ ഒരു മാല കളവ് പോയി, ഒരുപാട് തെരഞ്ഞിട്ടും കിട്ടിയില്ല. ഒരിക്കലും ഇയാളെ അവർ സംശയിച്ചിട്ടില്ല. എന്നിട്ട് ഇയാൾ വന്നിട്ട് പറയാണ്, അന്ന് മാല എടുത്തത് ഞാനായിരുന്നു എന്ന്. ആ മാല ഇയാൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഈ പെൺകുട്ടിയുടെ കയ്യിൽ. എന്നിട്ട് പറഞ്ഞു, ഇത് വേറെ ആരോടെങ്കിലും നീ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ പറയരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നീ പറഞ്ഞാൽ പോലും എനിക്കതൊരു പ്രശ്നമില്ല, കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നാളെ അപമാനിക്കപ്പെടരുത് എന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഇതാണ് അമാനത്ത്. സാമ്പത്തിക വിഷയത്തിൽ ഒരു നിലക്കും ഒരു പാളിച്ച വരാതെ, ഒരാൾക്കും ഒന്നും പറയേണ്ടി വരാത്ത വിധം നമ്മൾ ശുദ്ധരാവുക എന്നാണ്. നമ്മളെ പലരും പറ്റിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളൊരാളെയും പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് അമാനത്ത്. നമ്മളെ പലരും പറ്റിച്ചിട്ടുണ്ട്, സാമ്പത്തിക വിഷയത്തിലാകട്ടെ അല്ലാത്ത വിഷയത്തിലാകട്ടെ. പക്ഷെ നമ്മൾ ഒരാളെയും പറ്റിക്കാതിരിക്കണം. നമ്മുടെ കച്ചവടമായിരുന്നാലും നമ്മുടെ മറ്റു വരുമാന മാർഗമായിരുന്നാലും ഹറാമിന്റെ ഒരു തുണ്ട് അതിൽ കടന്നു വരാതിരിക്കാനുള്ള നിശ്ചയദാർഢ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 6 കാര്യങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ 6 കാര്യങ്ങൾ നിങ്ങൾ നിർവഹിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം, അതെന്താണ്? സ്വർഗമാണ്. ഓരോ കാര്യവും പറയുന്നുണ്ട്. നല്ല വാക്കുകൾ പറയുക, ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക, കണ്ണുകൾ താഴ്ത്തുക, രഹസ്യ ഭാഗങ്ങളുടെ വിശുദ്ധി സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നിടത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അൻതു അദ്ദു അമാനാതുക്കും, നിങ്ങളുടെ അമാനത്തുകൾ, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ അത് മുറപ്രകാരം ചെയ്യുക എന്നാണ്. വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളാണ്. അങ്ങനെ അതിനർത്ഥം പറയാനൊരു കാരണമുണ്ട്. കാരണം വിശ്വസിച്ചേൽപ്പിച്ചത് ഒരുപക്ഷെ വസ്തു മാത്രമാകണമെന്നില്ല, ഒരുപക്ഷെ ഒരു കാര്യമാകും. നമ്മളോട് ഒരാളൊരു രഹസ്യമാണ് പറഞ്ഞിട്ടുണ്ടാവുക, അത് അമാനത്താണ്. അത് നീ ആരോടും പറയരുത് എന്ന് അയാള് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളൊരാളോടും പറയാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം നമ്മളോട് ഒരാൾ പറഞ്ഞിട്ട് നീ ഇതാരോടും പറയരുത് കേട്ടോ എന്ന് അയാൾ പറഞ്ഞിട്ടില്ലെങ്കിലും രഹസ്യ സ്വഭാവമുള്ളൊരു കാര്യം നമ്മൾ വേറെ ഒരാളോട് പറയാൻ പാടില്ല. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രഹസ്യം രക്തമാണ്, രഹസ്യം രക്തമാണ്. എന്താ, എപ്പോഴാ രക്തം പുറത്തേക്ക് വരാറുള്ളത്? രക്തം പുറത്തേക്ക് വരാറുള്ളത് ഒരു മുറിവുണ്ടാകുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ രഹസ്യങ്ങൾ പുറത്തേക്ക് വന്നാൽ മുറിവുകൾ പെരുകും, സമൂഹത്തിന്റെ സുരക്ഷിതത്വം പെരുകും, സമൂഹത്തിൽ പ്രശ്നങ്ങൾ പെരുകും, ആളുകൾ തമ്മിലുള്ള കുഴപ്പങ്ങൾ വർദ്ധിക്കും. അതാണ് രഹസ്യം രക്തമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾക്ക് ഒരാൾ തന്നിട്ടുള്ള വസ്തുവായിരുന്നാലും, നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നാലും, നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കായിരുന്നാലും, വർഷങ്ങളുടെ പഴക്കമുണ്ട് എങ്കിലും, എത്രയോ കാലങ്ങളുടെ പഴക്കമുണ്ട് എങ്കിലും, ഒരാളുടെയെങ്കിലും അമാനത്ത് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാതെ നമ്മുടെ അമലുകൾ സ്വീകാര്യമാകൂല. 3 വട്ടം രക്തസാക്ഷിയായ ആളെപ്പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാൾക്കൊരു ജന്മം കൊടുത്തു, പിന്നെ ആ ജന്മത്തിൽ അയാൾ രക്തസാക്ഷിയായി, ഷഹീദായി. അള്ളാഹു വീണ്ടും അയാൾക്ക് ജന്മം കൊടുത്തു, വീണ്ടും അയാൾ രക്തസാക്ഷിയായി, വീണ്ടും ജന്മം കൊടുത്തു, വീണ്ടും രക്തസാക്ഷിയായി. എങ്കിൽ പോലും ഒരാൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ അയാൾ സ്വർഗത്തിൽ പോകില്ല എന്നാ പറഞ്ഞത്. ആരാണ് ശുഹദാക്കൾ? നമുക്കറിയാം. ശുഹദാക്കളുടെ പോരിശ എത്രയാണെന്ന് നമ്മൾക്കറിയാം. ആ ശുഹദാക്കളെ കുറിച്ചാണ് പറയുന്നത്. ഒരാൾക്കെങ്കിലും കൊടുക്കേണ്ടത് കൊടുക്കാതെയോ, അമാനത്തുകൾ വീട്ടാതെയോ, കടം പൂർത്തിയാക്കാതെയോ, അത് കൊടുക്കേണ്ടതുപോലെ മുറപ്രകാരം കൊടുത്തു വീട്ടാതെയോ അയാൾ പോലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല.
അത്രയും ഗൗരവത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തില് ഒരു സന്ദർഭമുണ്ട്. അദ്ദേഹം 2 പെൺകുട്ടികൾക്ക് വെള്ളം കോരിക്കൊടുക്കുന്നു. ആ പെൺകുട്ടികൾ ഉപ്പയോട് ചെന്നിട്ട് ആ കാര്യം പറയണു. ഉപ്പ മൂസാ നബിയെ വിളിച്ചുകൊണ്ടുവരാൻ പറയണു. അപ്പോഴൊന്നും മൂസാ നബിയാണെന്ന് അറിയില്ല, ഒരു യുവാവാണെന്ന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അദ്ദേഹത്തെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരു പെൺകുട്ടിയാണ് മൂസാ നബി എന്ന യുവാവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി വാപ്പയോടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ജോലിക്കാരനെ ആവശ്യമുണ്ടല്ലേ ഉപ്പ? നിങ്ങൾക്കൊരു ജോലിക്കാരനെ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ മൂസയാണ് എന്ന് പറഞ്ഞിട്ട് മൂസാ നബിയുടെ 2 ഗുണങ്ങൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്. ഒന്നെന്താണ്? ഒന്ന്, അദ്ദേഹം കവിയ ആണ് എന്നാണ്, ശക്തിമാനാണ്. ഒരു വേലക്കാരൻ ഉണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ടത് ആരോഗ്യമാണ്, അതുണ്ട് അയാൾക്ക്. പിന്നെയോ അൽ അമീൻ, അയാൾ വിശ്വസ്തനുമാണ് വാപ്പ എന്നാ. ഇക്കാലം വരെ ആ പെൺകുട്ടി മൂസാ നബിയെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം വിശ്വസ്തനാണ് എന്ന് ഈ പെൺകുട്ടിക്ക് മനസ്സിലായത്? ആരോഗ്യവാനാണെന്ന് കണ്ടാൽ അറിയാം, വിശ്വസ്തനാണ് എന്ന് എങ്ങനെ അറിയാം? ആ കിണറ്റിന്റെ കര മുതൽ മലഞ്ചെരുവിലുള്ള വീട് വരെ ആ പെൺകുട്ടിയുടെ പിറകെ ഒരു സന്ധ്യാനേരത്ത് ഈ ആരോഗ്യവാനായ യുവാവ് കൂടെയുണ്ട്. ഒരുമിച്ച് നടക്കുകയാണ് വീട് വരെ. എന്നിട്ടും അവിഹിതമായൊരു നോട്ടം, അനാവശ്യമായൊരു സംസാരം, അനർഹമായൊരു പെരുമാറ്റം ആ യുവാവിൽ നിന്ന് ആ പെൺകുട്ടി അനുഭവിച്ചില്ല. അതുകൊണ്ടാണ് ആ പെൺകുട്ടി പറയുന്നത് അയാൾ വിശ്വസ്തനാണ്. ഇത് നമ്മളെ കുറിച്ചൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും പറയാൻ കഴിയണം. അതാണ് അമാനത്ത് എന്ന് പറയുന്നത്. മൂസാ നബിയെ കുറിച്ച് ആ പെൺകുട്ടി അത് പറഞ്ഞത് ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാട് കൂടിയാണ്. ഒരു പുരുഷനെ കുറിച്ചുള്ള സ്ത്രീയുടെ കാഴ്ചപ്പാട് അയാൾ വിശ്വസ്തനായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഭാര്യയോട് നമ്മൾ വിശ്വസ്തനാവുക, ഭർത്താവിനോട് ഭാര്യ വിശ്വസ്തനാവുക, മക്കളോട് ഉമ്മയും വാപ്പയും വിശ്വസ്തരാവുക, ഉമ്മയോടും വാപ്പയോടും മക്കൾ വിശ്വസ്തരാവുക, അയൽക്കാരോട് വിശ്വസ്തരാവുക, സമൂഹത്തിലുള്ള ആളുകളോട് വിശ്വസ്തരാവുക, നമ്മൾ പ്രബോധനം ചെയ്യുന്ന ആളുകളോട് നമ്മൾ വിശ്വസ്തരാവുക. ആർക്കും നമ്മളെ കുറിച്ചൊരു മോശാഭിപ്രായം പറയേണ്ടതില്ലാത്ത വിധം ജീവിക്കുക എന്നതാണ് അമാനത്ത്. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യ വചനങ്ങളിൽ ഒന്നാണ് നമ്മൾ ആദ്യം ഓതി വെച്ചത്. അതിൽ അള്ളാഹു പറയുന്നത് വിജയികളായ വിശ്വാസികളെ കുറിച്ചാണ്. വിജയികളായ ആളുകൾ. അപ്പൊ വിജയികളായ ആളുകളുടെ ഗുണങ്ങൾ പറയുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അധിക കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ എന്നാണ്. അവരുടെ അമാനത്തുകൾ സംരക്ഷിക്കുന്നവരാണ്, അവരുടെ കരാറുകൾ പൂർത്തീകരിക്കുന്നവരുമാണ്. അമാനത്തുകൾ സംരക്ഷിക്കുന്നവരാണ്, കരാറുകൾ പൂർത്തീകരിക്കുന്നവരാണ്. അതിന് തൊട്ട് മുന്നേ പറഞ്ഞ ആയത്ത് എന്താണ്? ഭാര്യയോട് വിശ്വസ്തരാണ് എന്നാണ്. അതാണ് അതിന്റെ ആശയം. സ്വന്തം ഭാര്യയോട് അവർ വിശ്വസ്തരാണ്, സ്വന്തം കുടുംബത്തോട് വിശ്വസ്തരാണ് അവർ. പിന്നെ പറയുന്നത് എന്താണ്? നാട്ടുകാരോടും വിശ്വസ്തരാണ് അവർ എന്നാണ്. വാക്കുകൾ പറഞ്ഞാൽ അത് അവർ പാലിക്കുന്നു, കഴിയും വിധം അവരത് പാലിക്കുവാൻ ശ്രമിക്കുന്നു. അമാനത്തുകൾ അത് ആരുടേതാണ് എങ്കിലും അത് അവർ തിരിച്ചു കൊടുക്കുന്നു. ഏൽപ്പിച്ച വസ്തുക്കൾ അവർ സുരക്ഷിതമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് പറഞ്ഞത്. ഇത് വിശ്വാസികളുടെ ഗുണമാണ്, അവിശ്വാസികളുടെ ഗുണമല്ല, മുനാഫിക്കുകളുടെ ഗുണമല്ല. മുനാഫിക്കുകളുടെ ലക്ഷണം പറയുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? വഇദാ ഉതുമിന ഖാന, അവനെ വിശ്വസിച്ചാൽ അവൻ ചതിക്കും കേട്ടോ. അവനെ നിങ്ങൾ വിശ്വസിച്ചോ, അവൻ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവും. എങ്കിൽ അവനാണ് മുനാഫിഖ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സമൂഹത്തിലുള്ള സർവ്വ ആളുകൾക്കും നമ്മളെ വിശ്വസിക്കാൻ കഴിയുന്ന വിധം നമ്മുടെ ജീവിതം ശുദ്ധമാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചു. ക്യാൻസർ പിടിച്ച് മരണം ഉറപ്പായ ഒരാൾ എഴുതിയ ഒരു പുസ്തകമാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ് അത് ദി ലാസ്റ്റ് ലെക്ചർ എന്ന് പറഞ്ഞൊരു പുസ്തകം. അത് വീഡിയോയിലൂടെ തത്സമയം 30 ലക്ഷം ആളുകൾ കണ്ടു എന്നാണ്. 2008 അദ്ദേഹം മരിക്കുന്നത്. ആ പ്രഭാഷണ പുസ്തക രൂപത്തിലായതാണ്. അതിൽ അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണങ്ങളാണ് പറയുന്നത്.
അതിലൊരു സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ ഭർത്താവ് 100% വിശ്വസ്തനായിരുന്നു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ഭാര്യയോട് ഞാൻ 100% വിശ്വസ്തനായിരുന്നു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന്. ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹത്തിന്റെ പേരിൽ ഞങ്ങളുടെ മക്കൾ ഒരു കാലത്ത് അഭിമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തോടുള്ള വിശ്വസ്തത വളരെ പ്രധാനമാണ്. ആ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസവുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. കാരണം ഭാര്യയോടുള്ള വിശ്വാസവുമായിട്ടാണ് അത് ബന്ധപ്പെടുന്നത് എങ്കിൽ ഭാര്യ കാണാതെ നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ ഭർത്താവ് കാണാതെ ഭാര്യക്കും ചെയ്യാം. പിന്നെ അള്ളാഹുവോടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യരുമായുള്ള വിശ്വസ്തതയും. കാരണം അള്ളാഹു കാണും, ഭാര്യ കണ്ടിട്ടില്ലെങ്കിലും കുടുംബം കണ്ടിട്ടില്ലെങ്കിലും ഭാര്യയെ ഭർത്താവ് കണ്ടിട്ടില്ലെങ്കിലും പടച്ചവൻ കാണുന്നുണ്ട്. അപ്പൊ അള്ളാഹുവോടുള്ള വിശ്വാസവുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ജീവിതമാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് എന്നർത്ഥം. ഇപ്പൊ സാമ്പത്തിക വിഷയത്തിലായിരുന്നാലും സംസാരത്തിലായിരുന്നാലും ജീവിതത്തിന്റെ മേഖലകളിൽ അമാനത്ത് സൂക്ഷിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് എന്നർത്ഥം. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കരുണാവാരിധിയായ രക്ഷിതാവേ, ഞങ്ങളെ നീ കരകയറ്റിയിടണമേ. മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരും സ്വയം വിശ്വാസ്യതയുള്ളവരുമായി തീരുന്ന സജ്ജനങ്ങളിൽ നാഥ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങളും പാകപ്പിഴവുകളും പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ശുദ്ധിയോടുകൂടി ഈമാനോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സമാധാനം നൽകണമേ. മരണപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.